ഇതാണ് ഇന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും പുതിയ ഹീറോ 8 ബ്ലാക്ക്, ഗോപ്രോ ഹീറോ 8 ബ്ലാക്ക്. വാറണ്ടി റീപ്ലേസ് ചെയ്ത് കിട്ടിയതാണ്. നമ്മുടെ ഗോപ്രോ 8 റീപ്ലേസ് ചെയ്ത് വന്നിട്ടുണ്ട്. സിംഗപ്പൂരിൽ നിന്ന് റീപ്ലേസ് ചെയ്ത് വന്നിട്ടുണ്ട്. യു പി എസിലാണ് വന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ പോയി വാങ്ങിച്ചതാണ്. അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു, പോയിട്ട് കളക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി വാങ്ങിച്ചതാണ്. ഇപ്പോൾ ഏകദേശം 3 ആഴ്ചയോളം എടുത്തു ഇത് എത്താനായിട്ട്. അതായത് നമ്മൾ ഇത് പാക്ക് ചെയ്ത് അയച്ചിട്ട് ഏകദേശം ഇപ്പോൾ 3 ആഴ്ചയാവുന്നു. 3 ആഴ്ച ആയിട്ടില്ല. അപ്പോൾ അത്രയും സമയം കൊണ്ട് നമുക്ക് എന്തായാലും ഇത് റീപ്ലേസ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ പാക്ക് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. വെറുതെ ഒരു വൈറ്റ് പേപ്പറാണ്. ഇതിനകത്ത് ഇങ്ങനെ ഒരു കാർഡ്ബോർഡ് ബോക്സ് ആണുള്ളത്. ഹീറോ 8 ബ്ലാക്ക് വാറണ്ടി റീപ്ലേസ്മെന്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതിന്റെ സീരിയൽ നമ്പർ എഴുതിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പുതിയ ഗോപ്രോ ഹീറോ 8. നല്ല രസമായിട്ടുള്ള ഒരു പാക്കിങ് തന്നെയാണ് ഒരു അയച്ചിരിക്കുന്നത്. നല്ല പാക്കിംഗ് ആണ്. ഇതിൽ ഗോപ്രോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് ഗോപ്രോ ക്യാമറയൊക്കെ എടുത്തു വെക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം ഈ ബോക്സ്. അപ്പോൾ നമ്മുടെ ഗോപ്രോ ഹീറോ 8 റീപ്ലേസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് ഏകദേശം 3 ആഴ്ചക്ക് മുമ്പാണ് ഇത് കംപ്ലൈൻ്റ് ആയി. എനിക്കറിയില്ലായിരുന്നു ഇത് എങ്ങനെയാണ് ഇത് റീപ്ലേസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വാറണ്ടിക്ക് എങ്ങനെയാണ് ക്ലെയിം ചെയ്യേണ്ടത്. ഇന്ത്യയിൽ സർവീസ് സെൻറ്റർ ഉണ്ടാവും എന്നൊക്കെയാണ് ഞാൻ ആദ്യം ഇത് വാങ്ങിക്കുന്ന കാലത്തൊക്കെ കരുതിയിരുന്നത്. പക്ഷേ ഇതൊരു പ്രോബ്ലം വന്നപ്പോഴാണ് എനിക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടി വന്നത്. അപ്പോഴാണ് മനസ്സിലായത് ഇന്ത്യയിൽ സർവീസ് സെൻറ്റർ ഇല്ല, ഇത് സിംഗപ്പൂരിലേക്ക് അയക്കണം. സിംഗപ്പൂരിലേക്ക് അയച്ചിട്ട് അവിടെ നിന്നാണ് ഇതിൻ്റെ സപ്പോർട്ട് കിട്ടുന്നതെന്നൊക്കെ അന്നാണ് മനസ്സിലായത്. അപ്പോൾ അന്ന് ഞാൻ അത് അവരുടെ വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്തു, വാറണ്ടി ക്ലെയിം രജിസ്റ്റർ ചെയ്തു. അതിൻ്റെ കുറച്ച് പ്രൊസീജിയർ ഉണ്ട്, അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ആ പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് വാറണ്ടി ക്ലെയിം ചെയ്തു, വേണ്ട ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുത്തു. അങ്ങനെ അവർ ഇപ്പോൾ റീപ്ലേസ് ചെയ്തിട്ട് പുതിയ പീസാണ്, ഫ്രഷ് പീസാണിത്. ഫ്രഷ് ക്യാമറ ഇപ്പോൾ റീപ്ലേസ് ചെയ്തിട്ട് അയച്ചു തന്നിരിക്കുകയാണ്. നമുക്കപ്പോൾ നമ്മുടെ ബാറ്ററി ഒന്ന് ഇട്ട് നോക്കാം. കാരണം വാറണ്ടിക്ക് അയക്കുമ്പോൾ ബാറ്ററി ഇല്ലാതെയാണ് നമ്മൾ അയച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ തിരിച്ചു വന്നിട്ടുള്ളതും ബാറ്ററി ഇല്ലാതെ തന്നെയാണ്. നമുക്കിതിൽ ബാറ്ററി ഇട്ടിട്ടൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇതാ ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റത്തെ സെറ്റപ്പാണ്, ഇനിഷ്യൽ സെറ്റപ്പിലാണ് വന്നിരിക്കുന്നത്.